റൂമേഴ്സ്, ട്രാൻസ്ഫർ നീക്കങ്ങൾ അങ്ങനെ എല്ലാത്തിനും ഒരു അവസാനമായിരിക്കുകയാണ്. എന്തായാലും എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. എന്തായാലും അത് ഞാൻ ഉറപ്പായിട്ടും പറയാം. പക്ഷേ നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 300 നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ 10K സബ്സ്ക്രൈബേഴ്സിലും അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും പെട്ടെന്ന് അതിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കും. ഫൈനലി ഇറ്റ്സ് ഓൾ ഡൺ എന്ന് തന്നെ പറയണം. അത് ഈ ട്രാൻസ്ഫർ വിൻഡോ 31 അടച്ചു. നമ്മളെല്ലാം വിചാരിച്ചു അന്നത്തോട്ട് ട്രാൻസ്ഫർ നീക്കങ്ങളെല്ലാം കഴിയുമെന്ന്. പക്ഷേ ഇപ്പോഴും ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പലവരും കോൺട്രാക്റ്റൊക്കെ ടെർമിനേറ്റ് ചെയ്ത് പലയിടത്തോട്ടും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ എന്തായാലും ഇന്നൂടെ അത് കാണത്തുള്ളൂ. നമ്മുടെ ട്രാൻസ്ഫർ ചാകരയെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. റൂമറെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. സോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിക്കാം. എന്തായാലും നമ്മുടെ ഒഫീഷ്യൽ ലിസ്റ്റ് കൊടുക്കേണ്ട ഡേറ്റ് നാളെയോ അല്ലെങ്കിൽ ഇന്നത്തോടെയോ ലിസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇനിയും പ്രത്യേകിച്ച് വലിയ ട്രാൻസ്ഫർ സംഭവങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ചിലപ്പോൾ 1-2 എണ്ണം നടന്നു എന്ന് തന്നെ പറയാം. സോ എന്തായാലും അങ്ങനത്തെ ട്രാൻസ്ഫർ കാര്യങ്ങളെല്ലാം അവസാനിച്ചു. എന്തായാലും ഇങ്ങനെ ട്രാൻസ്ഫർ നീക്കങ്ങളുടെ തിരക്കിലായിരുന്നു കഴിഞ്ഞ 1-2 മാസം ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്സ് എല്ലാം തന്നെ. എന്തായാലും ഇനി ഹൈദരാബാദ് എഫ്സിയുടെ കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്കറിയാനുള്ളൂ. എന്തായാലും അവർക്ക് സമയം കൊടുക്കുമായിരിക്കും, കുറച്ചുകൂടെ സമയം ഹൈദരാബാദ് എഫ്സിക്ക് കൊടുക്കുമായിരിക്കും. ബാക്കിയുള്ള ക്ലബ്ബുകളൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഒരു ലിസ്റ്റ് കൊടുക്കണമെന്നായിരിക്കും പറയുന്നത്. സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഒഫീഷ്യൽ ലിസ്റ്റ് ഇന്ത്യൻ സൂപ്പർ ലീഗ് FSDL എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇന്നത്തോടെ കൊടുക്കണമെന്നാണ്, അല്ലെങ്കിൽ നാളത്തോടെ കൊടുക്കണമെന്നാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക്, സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.